ഗാഥ, താനിത് കണ്ടോ? താനിങ്ങ് വന്നേ. നല്ലൊരു ചെറുപ്പക്കാരനാ. ബിസിനസ്സിലും കുടുംബസ്നേഹത്തിലും ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഒരാളാ. വാ വാ, വരാൻ പറഞ്ഞില്ലേ? അനിയ സാറേ, എന്താടോ പോയി? എന്റെ പൊന്ന് സാറേ, സാറ് പെട്ടെന്നൊന്ന് ജംഗ്ഷനിലേക്ക് വരണം. എന്തുപറ്റി? സാറേ, തമ്മിത്തല്ല നോക്കി രണ്ടു കൂട്ടരും മുഖാമുഖം നിൽക്കുക. ഇപ്പൊ അടി വീഴുമെന്നുള്ള അവസ്ഥയാ. എന്താ കാര്യം? അമ്പലത്തിലെ ഉത്സവത്തിന്റെ എന്തോ കാര്യം പറഞ്ഞ് ചേരി തിരിഞ്ഞു നിൽക്കുക സാറേ. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സാറിനെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ടാ ഓടി ഇങ്ങ് പോന്നേ. അയ്യോ, ഇതിപ്പോ എന്ത് ചെയ്യടോ? ഇവിടെ ആണെങ്കിൽ 1-2 ഗസ്റ്റും വന്നിട്ടുണ്ട്. സാറേ, അതൊന്ന് തീർത്തിട്ട് തിരിച്ചു വരാം സാറേ. ശരി, ഞാൻ വരാം. നവീനെ, നവീനെ, നമ്മുടെ കവലയിലെ ഒരു പ്രശ്നമുണ്ട്. അവിടെ എന്തോ ചേരി തിരിഞ്ഞ ആളുകൾ തമ്മിലെന്തോ അടിയോ മറ്റോ. ഞാനൊന്നും അവിടം വരെ പോയില്ലെങ്കിൽ ശരിയാവില്ല. പക്ഷേ സാർ, അല്ല എടോ, ഇത് നാട്ടുമ്പുറോടോ, തനിക്കറിയാവുന്നല്ലേ. ഇവിടെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെന്ന് പിടിച്ചു മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വന്നോളാം. പിന്നെ ചേച്ചി അമ്പലത്തിൽ പോയിരിക്കുക. അപ്പോഴേക്കും ചേച്ചി തിരിച്ചെത്തും. വന്നിട്ട് എല്ലാവരുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മാത്രമേ പോകാവൂ, കേട്ടല്ലോ? ഞാൻ പെട്ടെന്ന് ഇങ്ങ് വരാം. മോളിക്കൂടി, ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയോണേ. ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരും. ശരി എന്നാ. ശരി സാർ. വേറൊരു മാർഗവും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല മോളെ. മോളിക്കുട്ടി, ഗാദി ഇതൊരു ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇതെന്തു പറ്റി? അത് ചെളി തെറിച്ചതാ. പിന്നെ ഗാദെ, നമ്മളിപ്പോ കാണാൻ പോകുന്ന കക്ഷിയുണ്ടല്ലോ, തന്നെ പോലെ ഈക്വലി ടാലന്റഡാ. ഞാനെന്തത് മുൻകൂട്ടി പറയുന്നതെന്ന് വെച്ചാലേ, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഈഗൊന്നും തോന്നരുത്. നമ്മളോട് വന്നിരിക്കുന്നത് അയാളിൽ നിന്ന് ചില അഡ്വൈസസ് എടുക്കാനാണ്. അയാൾ പറയുന്ന നല്ല ഐഡിയ സ്വീകരിക്കുക, തിരിച്ചു പോവാ, അത്രേ ഉള്ളൂ. തൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല നവീൻ. നവീന്റെ പ്രൊജക്ടിന് വേണ്ടി എന്ത് നല്ല കാര്യം നടന്നാലും അത് നല്ലതല്ലേ? വെരി ഗുഡ്. എങ്കിൽ വാ, കൃഷ്ണയും ഗാഥയും ഒന്ന് മുഖാമുഖം കാണട്ടെ. നീ എന്നെ എങ്ങോട്ടേ കൊണ്ടുവന്നേ? ഇനി വേറെ മാർഗമൊന്നുമില്ല. ഇവിടുന്ന് പുറത്തിറങ്ങിയ നവീൻ എന്നെ കാണില്ലേ? ഗാഥ, വാ. കൃഷ്ണയുടെ ബെഡ്റൂം മാറിപ്പോയെന്നാ തോന്നുന്നത്. അയ്യോ,
താൻ വാ. സർ നിങ്ങളെന്താ ആ ബെഡ്റൂമിലേക്ക് പോയത്? അത് വീടിന്റെ ഒരു സ്ട്രക്ചർ വെച്ചുകൊണ്ട് അത് കൃഷ്ണയുടെ ബെഡ്റൂമാണെന്ന് ഞാൻ വിചാരിച്ചു പോയി. പക്ഷെ തെറ്റിപ്പോയി. ഇതാണല്ലേ? കഥ വാ. ഗാഥ, താനിത് കണ്ടോ? താനിങ്ങ് വന്നേ. ഇതെന്ത് പറ്റി മോളിക്കുട്ടി? ആ അത് എന്തെങ്കിലും ഒന്ന് പറ. അതെ സാറേ, ഇന്നലെ മുതലേ കൃഷ്ണയ്ക്കൊരു പനിയുണ്ട്. ലക്ഷണം കണ്ടിട്ട് ചിക്കൻ ബോക്സിന്റെ ആരംഭമാണോന്നൊരു സംശയമുണ്ട്. അയ്യോ, അനിയൻ സാറിനോട് പറഞ്ഞാലേ അദ്ദേഹത്തിന് അത് വിഷമാവല്ലോ എന്ന് കരുതിയ പറയാതിരുന്നത്. കൃഷ്ണ, ഞാൻ അറിഞ്ഞിരുന്നില്ല. ഐം സോറി. സാരമില്ല. നവീൻ, ചിക്കൻ ബോക്സേ പകരുന്നതാ. നമുക്കിവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അവിടെ കുറെ കാര്യങ്ങളുള്ളതല്ലേ? അത് കറക്റ്റാ. കൃഷ്ണ, ഞാൻ വിളിച്ചോളാം. തൻ്റെ അസുഖമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. എനിവേ, ദിസ് ഈസ് മൈ വൈഫ് ഗാഥ ശ്രീനിവാസ്. അവിടെ എന്താ? അത് എന്തോ വീണതാ. ഓക്കെ കൃഷ്ണ, തനിക്ക് സുഖമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗാഥ വരൂ. ഞാനിപ്പോ വരാമേ.